ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം 31-തമോധ്യായഃ. 31 അധ്യായം. പ്രചേതസ്സുകൾക്ക് നാരദോപദേശത്താൽ മുക്തി സിദ്ധിക്കുന്നതാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. മൈത്രേയ മഹർഷിയാണ് പറഞ്ഞു തുടങ്ങുന്നത്. 1-ാമത്തെ ശ്ലോകം. തതഃ തത ഉത്പന്ന വിജ്ഞാനാഃ ആശു അധോക്ഷജ ഭാഷിതം. ആശു അധോക്ഷജ ഭാഷിതം സ്മരന്തഃ ആത്മജേ. സ്മരന്ത ആത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത്ത്. തതഃ ഇങ്ങനെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഉത്പന്ന വിജ്ഞാനാഹ വിവേകജ്ഞാനം കൈവന്ന പ്രചേതസ്സുകൾ. ഇത് ഉടനെ ഉള്ള കാര്യമല്ല. ഒരുപാട് കാലം രാജ്യം ഭരിച്ചതിന് ശേഷം ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തിരുന്നു. ഒരുപാട് കാലം, എത്ര എന്ന് പോലും കണക്കാക്കാൻ പറ്റാത്ത അത്രയും കാലം രാജ്യം ഭരിച്ച് സുഖഭോഗങ്ങൾ അനുഭവിച്ച് എന്നിട്ട് വിവേകജ്ഞാനം കൈവന്ന പ്രചേതസ്സുകൾ പിന്നീട് ആശു ഉടൻ തന്നെ, അതായത് വിവേകജ്ഞാനം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സുഖഭോഗങ്ങളിൽ താല്പര്യമില്ലാതായി. ആ സമയത്ത് അധോക്ഷജ ഭാഷിതം, അധോക്ഷജനായ ഭഗവാൻ ശ്രീഹരിയുടെ വാക്കുകളെ സ്മരന്തഃ അനുസ്മരിച്ചുകൊണ്ട് ഭാര്യാം തങ്ങളുടെ പത്നിയെ ആത്മജേ മകന്റെ അടുക്കൽ വിസൃജ്യ ഏൽപ്പിച്ച് ഗൃഹാത്ത് പ്രവ്രജൻ ഗൃഹത്തിൽ നിന്നും സന്യസിച്ച് ഇറങ്ങി. ഒരുപാട് കാലം രാജ്യം ഭരിച്ചു. അതിനുശേഷം ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ തന്നെ അവർക്ക് ആത്മോപദേശത്തിനുള്ള ത്വര ഉണ്ടായി. വിവേകജ്ഞാനം കൈവന്നു. ഉടൻ തന്നെ തങ്ങളുടെ മകന്റെ അടുത്ത് ഭാര്യയെ ഏൽപ്പിച്ചിട്ട് അവർ സന്യസിക്കാനായി കാട്ടിലേക്ക് പോയി. ആത്മജ്ഞാനത്തിന് പാകമാകുമ്പോൾ അനുയോജ്യനായ ഗുരു നമ്മെ തേടിയെത്തും, അല്ലെങ്കിൽ നമ്മൾ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. അത് പ്രചേതസ്സുകളുടെ കാര്യത്തിലും സംഭവിക്കുകയാണ്. 2-ാമത്തെ ശ്ലോകം. ദീക്ഷിതാഃ ബ്രഹ്മസത്രേണ സർവഭൂത ആത്മമേധസ. സർവഭൂതാത്മമേധസ പ്രതീച്യാം ദിശി വേലായാം സിദ്ധഃ അഭൂത്. സിദ്ധോഭൂത് യത്ര ജാജലിഹി. പ്രതീച്യാം പടിഞ്ഞാറേ ദിശി, ദിക്കിൽ, വേലായാം സമുദ്രതീരത്ത്, യത്ര യാതൊരിടത്തു വെച്ചാണോ, ജാജലിഹി ജാജലി എന്ന മഹർഷി സിദ്ധഃ അഭൂത് സിദ്ധനായി ഭവിച്ചത് അവിടെ. സർവഭൂതാത്മമേധസ സമസ്ത ഭൂതങ്ങളിലും ഒരേ ആത്മാവ് തന്നെ എന്ന ബോധം ഉള്ളിലുറക്കും പ്രകാരത്തിലുള്ള ഒരു ബ്രഹ്മസത്രേണ ബ്രഹ്മയജ്ഞം കൊണ്ട്. അപ്പോൾ ഇവിടെ ബ്രഹ്മയജ്ഞം എന്നതുകൊണ്ട് ഈ മനോഭാവത്തെ വളർത്തിയെടുത്തു എന്ന് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു യാഗമല്ല നടത്തിയത്, അവനവൻ്റെ ഉള്ളിലെ ഈശ്വരനെ അന്വേഷിച്ച് അങ്ങനെ അവനവനെ തന്നെ ആ ബ്രഹ്മസ്വരൂപത്തിനായി സമർപ്പിക്കുന്ന രീതിയിലുള്ള ബ്രഹ്മസത്രേണ, അങ്ങനെയുള്ള ഒരു ബ്രഹ്മയജ്ഞത്താൽ ദീക്ഷിതാഹ ആ ഒരു നിഷ്ഠയിൽ ഉറച്ചവരായി ഭവിച്ചു. ഇവിടെ ആദ്യം ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹം എന്നത് ജാജലി എന്ന മഹർഷി സിദ്ധനായി തീർന്ന സ്ഥലത്ത് ഇവരെ എത്തിക്കുക എന്നതാണ്. കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് പ്രത്യേകമായ ഒരു ആത്മീയ ഊർജം ഉണ്ടാകും. അതാണ് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് പല യോഗികളും സമാധിയായ സ്ഥലങ്ങളിലും ഇതേ ഊർജം നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ ചെന്നിരുന്നാൽ തന്നെ എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം നമ്മിൽ ഉണ്ടാവുകയും അത്
നമ്മുടെ ധ്യാനത്തിനൊക്കെ വളരെ അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. അങ്ങനെ ജാജലി എന്ന മഹർഷി സിദ്ധനായി ഭവിച്ച സ്ഥലത്ത് അവരെത്തുകയും അവിടെ നിന്നുള്ള നിരന്തരമായ ആത്മവിചാരത്താൽ, അതിനെയാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്, എന്നിലും ഈ പ്രപഞ്ചത്തിലും എല്ലാം ഇരിക്കുന്നത് ഒരേ ഈശ്വരനാണ് എന്ന ആ ഭാവം മനസ്സിൽ വിചാരം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ നിഷ്ഠയിൽ ഉറച്ചവരായി തീർന്നു. ഇങ്ങനെ ആത്മജ്ഞാനത്തിന് പാകമായി വന്നപ്പോഴാണ് നാരദ മഹർഷി തന്നെ അവർക്ക് ഗുരുരൂപത്തിൽ അവിടെ വരുന്നത്. മൂന്നാമത്തെ ശ്ലോകം. താൻ നിർജിത പ്രാണ മനോവചോ ദൃശോ ജിതാസനാൻ ശാന്തസമാന വിഗ്രഹാൻ പരേ അമലേ ബ്രഹ്മണി യോജിതാത്മനഃ സുരാസുരേഡ്യോ ദദൃശേ സ്മ നാരദഃ. നിർജിത പ്രാണ മനോവചോ ദൃശഃ. ജിതമായി ഇപ്പോഴാണ് അവർക്ക് മനസ്സിനൊരടക്കമൊക്കെ വന്നത്. കാരണം വിചാരം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിനെ അടക്കാൻ സാധിക്കുകയുള്ളൂ. ചിലരൊക്കെ കമന്റിലൂടെ ചോദിക്കാറുണ്ട്, മനസ്സിന് ശാന്തി വരാൻ അല്ലെങ്കിൽ സ്വസ്ഥത വരാൻ എന്തെങ്കിലും മന്ത്രമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലരോട് ഞാൻ അപ്പോൾ ആ രീതിയിൽ തന്നെ മറുപടി പറയാറുണ്ട്, മനസ്സിനെ അടക്കാൻ ഒരു മന്ത്രം കൊണ്ടും സാധിക്കുകയില്ല. അതിന് വിചാരം ചെയ്യുക തന്നെ വേണം. എന്താണ് ആധ്യാത്മിക ജ്ഞാനമെന്നും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ മനസ്സുകൊണ്ട് വിചാരം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രമേ, എന്നിട്ടത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ ശാന്തി ലഭിക്കുകയുള്ളൂ. അല്ലാതെ അതിനൊരു കുറുക്കു വഴിയും ഇല്ല. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതാണ്, പ്രചേതസ്സുകൾ തപസ് ചെയ്തിട്ട് ഭൂമിയിലേക്ക് കയറി വന്നപ്പോൾ, ആ സമുദ്രത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ആകെ കോപിച്ച് ഭസ്മമാക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ആത്മവിചാരത്താൽ ജിതമായ പ്രാണമനോവചോ ദൃശഃ. പ്രാണൻ, ഇന്ദ്രിയം, മനസ്സിൻ്റെ വൃത്തികളെ, അതുപോലെ വാക്കിനെ, ദൃഷ്ടിയെ, അതായത് എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കാൻ അവർക്ക് ഇപ്പോഴാണ് സാധിച്ചത്. മാത്രമല്ല ജിത ആസനാൻ, ഒരേ ഒരു ഇരിപ്പിൽ കുറേ നേരം ഇരിക്കാൻ സാധിക്കുമ്പോഴാണ് അത് ആസന വിജയം എന്ന് പറയുന്നത്. നമുക്കൊക്കെ ധ്യാനിക്കാൻ ഇരുന്നാൽ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കാല് തരിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കാല് വേദനിക്കാൻ തുടങ്ങും. പിന്നെ ആ വേദന മാറ്റാൻ കുറച്ചു നേരം കാലൊക്കെ ഇളക്കി വെക്കണം. ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഒരുപാട് നേരം ഒരേ ആസനത്തിൽ ഇരിക്കാൻ സാധിക്കുമ്പോൾ അതാണ് ജിതാസനാൻ. പിന്നെ ശാന്ത സമാന വിഗ്രഹാൻ, ഒതുങ്ങി നിവർന്ന ശരീരത്തോടു കൂടിയവരായും, അമലേ, ശുദ്ധ സത്വാത്മകമായ പരേ ബ്രഹ്മണി, പരബ്രഹ്മത്തിൽ യോജിതാത്മനഃ, ലയിപ്പിച്ചിരിക്കുന്ന അന്ധക്കരണത്തോടു കൂടിയവരായും വർത്തിച്ചുകൊണ്ടിരിക്കുന്ന താൻ, അങ്ങനെയുള്ള അവരെ സുരാസുര ഈഡ്യഃ, ദേവന്മാരും അസുരന്മാരും, ഈഡ്യം എന്നാൽ ആരാധിക്കുന്ന, നാരദഃ, നാരദമുനി, ദദൃശേ സ്മ, സ്വയമേവ അവിടെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. കാരണം ആത്മജ്ഞാനത്തിനായുള്ള ആ എൻട്രൻസ് എക്സാം അവരിപ്പോഴാണ് പാസ്സായത്. അപ്പോഴേ ഗുരു വന്ന് അനുഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തനിയെ ചെയ്യേണ്ടതാണ്. അത് വായനയിലൂടെയോ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ കേട്ടിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ അടക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതിനൊരു ഗുരുവിന് സാധിക്കുകയില്ല. നമ്മുടെ മനസ്സിനെ അടക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അതാണ് ഉദ്ധരേതാത്മനാത്മാനം, നിങ്ങളെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. അതിനാരും വരില്ല. അങ്ങനെ ആയിക്കഴിയുമ്പോൾ അവിടെ ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ ഒരു ഗുരു വരുന്നതാണ്. 4-ാമത്തെ ശ്ലോകം. തം ആഗതം തമാഗതം തേ ത ഉത്ഥായ പ്രണിപത്യാഭിനന്ദ്യ ച പൂജയിത്വാ യഥാദേശം സുഖാസീനം അധ അബ്രുവൻ. ആഗതം, തങ്ങളുടെ അടുത്ത് വന്ന് നിന്ന, അരികെ വന്ന് ചേർന്ന, തം, നാരദ മഹർഷിയെ ദൃഷ്ട്വാ, കണ്ടിട്ട്,
തേ അവരെല്ലാവരും ഒന്നിച്ച് ഉത്ഥായ എഴുന്നേറ്റ് പ്രണിപത്യ നമസ്കരിച്ച് അഭിനന്ദിച്ച ശേഷം യഥാദേശം പൂജയിത്വ മുറപ്രകാരം അദ്ദേഹത്തെ പൂജിച്ച് അധ പിന്നീട് സുഖാസീനം നല്ലൊരു ഇരിപ്പിടം അവിടെ ആ കാട്ടിൽ ലഭ്യമായ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ട് അവിടെ ഉപവിഷ്ടനായ ഇരുന്ന ആ മുനിയോട് പ്രചേതസ്സുകൾ ഇപ്രകാരം അബ്രുവൻ പറഞ്ഞു. പ്രചേതസഃ ഊചുഹു അവർ ഇപ്രകാരം പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം. സ്വാഗതം തേ സുരർഷേ അദ്യ ദിഷ്ട്യാനോ നഃ ദർശനം ഗതഃ തവ ചംക്രമണം ബ്രഹ്മൻ അഭയായ യഥാ രവേഹേ. ഹേ സുരർഷേ ദേവർഷേ തേ സ്വാഗതം അങ്ങേക്ക് സ്വാഗതം. അദ്യ ഇന്ന് ദിഷ്ട്യ ഭാഗ്യവശാൽ നഹ ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം ഗതഃ ദർശനം സാധിച്ചുവല്ലോ. ഹേ ബ്രഹ്മൻ അങ്ങ് ഏതുപോലെയാണെന്ന് പറയുന്നു. രവേഹേ യഥാ എങ്ങനെയാണോ സൂര്യൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് തവ അതുപോലെയാണ് അങ്ങയുടെയും ചംക്രമണം ചുറ്റി നടത്തം. അങ്ങനെ എല്ലായിടത്തെയും അന്ധകാരത്തെ അകറ്റുന്നു. അഭയായ അന്ധകാര ഭീതിയെ അകറ്റുന്നതിന് എപ്രകാരമാണോ സൂര്യൻ ചുറ്റി സഞ്ചരിക്കുന്നത് അതേപോലെ അങ്ങും എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ച് ഇതുപോലെ ആത്മജ്ഞാനത്തിന് അർഹരായിട്ടുള്ളവർക്ക് വേണ്ട സമയത്ത് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നുവല്ലോ. ഇവിടെ അവർ തങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് തുറന്നു പറയുകയാണ്. 6-ാമത്തെ ശ്ലോകം. യദാദിഷ്ടം ഭഗവതാ ശിവേന അധോക്ഷജേന ച തദ്ഗൃഹേഷു പ്രസക്താനാം പ്രായശഃ ക്ഷപിതം പ്രഭോ. ഹേ പ്രഭോ ഭഗവതാ ശിവേന ആദ്യം ഭഗവാൻ സർവജ്ഞനായ ശിവനാലും ശ്രീരുദ്രനാലും പിന്നീട് ശ്രീരുദ്രൻ ഉപദേശിച്ചു തന്ന ആ സ്തുതി ജപിച്ചതിനാൽ അധോക്ഷജേന ഭഗവാൻ ശ്രീഹരിയാലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അവർ ഞങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നിരുന്നു. യത് ആദിഷ്ടം അങ്ങനെ അവരാൽ ഉപദേശിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ തത് അതെല്ലാം ഇത്രയും കാലത്തെ ഗൃഹേഷു ഗൃഹസ്ഥവൃത്തികളിൽ ഞങ്ങൾ പ്രസക്താനാം ആസക്തിയായിപ്പോയി. ആസക്തി കൂടാതെ ഗൃഹസ്ഥവൃത്തിയിൽ ഏർപ്പെടണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എങ്കിൽ മാത്രമേ പിന്നീട് ആ വിരക്തി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യമൊക്കെ അതങ്ങ് മറന്നുപോയി. അങ്ങനെ പ്രസക്താനാം ആ ഗൃഹസ്ഥവൃത്തിയുടെ ഉത്തരവാദിത്തങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ ഞങ്ങൾക്ക് പ്രായശഃ അങ്ങനെ കിട്ടിയ ഉപദേശം മിക്കതും ക്ഷപിതം മറന്നുപോയി. ഈ ലോകത്ത് വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സത്സംഗമാണ് പ്രചേതസ്സുകൾക്ക് കിട്ടിയത്. ആദ്യം രുദ്രഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടു. പിന്നീട് അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ തന്നെ നേരിട്ട് വന്നു. ഇത് രണ്ടും ലഭിച്ചിട്ടും പിന്നീട് ഗൃഹസ്ഥവൃത്തിയിലേക്ക് വന്നപ്പോൾ കുറേയൊക്കെ മറന്നുപോയി. എന്നാൽ കുറച്ചൊക്കെ ഉള്ളിൽ ആ വാസനയുണ്ട്. അതുകൊണ്ടാണ് അവസാനം വിരക്തി വന്ന് സന്യാസത്തിലേക്ക് തിരിയണം എന്നൊക്കെ തോന്നിയത്. എന്നാലും കുറേയൊക്കെ മറന്നുപോയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അത് കേൾക്കാൻ മാത്രമുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. ഇനി ഞങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളില്ല. അതുകൊണ്ട് 7-ാമത്തെ ശ്ലോകം പറയുന്നു. തത് നഹ തന്നഹ പ്രദ്യോതയ അധ്യാത്മജ്ഞാനം തത്വാർത്ഥദർശനം യേനാഞ്ജസാ തരിഷ്യാമോ ദുസ്തരം ഭവസാഗരം. തത് ആകയാൽ ഞങ്ങൾ കുറേയൊക്കെ മറന്നുപോയി എന്നതിനാൽ തത്വാർത്ഥ ദർശനം പരമാർത്ഥ തത്വത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന അധ്യാത്മജ്ഞാനം ആ ആത്മോപദേശത്തെ നഹ ഞങ്ങൾക്ക് പ്രദ്യോതയ തെളിയിച്ചു തന്നാലും
യേന യാതൊരു അധ്യാത്മജ്ഞാനം കൊണ്ട് ദുസ്തരം ഭവസാഗരം കടക്കാൻ പ്രയാസമുള്ള സംസാര സമുദ്രത്തെ അഞ്ജസ വളരെ എളുപ്പത്തിൽ തരിഷ്യാമഹ ഞങ്ങൾ തരണം ചെയ്യുന്നതായിരിക്കും. അധ്യാത്മജ്ഞാനം കൊണ്ട് മാത്രമേ, ആ ജ്ഞാനത്തിൻ്റെ നിരന്തരമായ ചിന്തനം കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഈ ഭവസാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഞങ്ങൾക്ക് തെളിയിച്ചു തന്നാലും. മൈത്രേയ ഉവാച 8ാമത്തെ ശ്ലോകം. ഇതി പ്രചേതസാം പൃഷ്ടഃ പൃഷ്ടോ ഭഗവാൻ നാരദഃ ഭഗവാൻ നാരദോ മുനിഃ ഭഗവതി ഉത്തമശ്ലോകേ ഭഗവത്യുത്തമശ്ലോക ആവിഷ്ടാത്മാ അബ്രവീത് നൃപാൻ. ആവിഷ്ടാത്മാ അബ്രവീത് നൃപാൻ. ഉത്തമ ശ്ലോകേ ഉദാരകീർത്തി ഉള്ള ഭഗവതി ഭഗവാൻ ശ്രീഹരിയിൽ ആവിഷ്ട ആത്മാ തൻ്റെ ചിത്തത്തെ സമർപ്പിച്ചവനും ഭഗവാൻ സർവജ്ഞനുമായ നാരദഃ മുനിഃ നാരദ മഹർഷി ഇതി ഇപ്രകാരം പ്രചേതസാം പൃഷ്ടഃ പ്രചേതസ്സുകളാൽ ചോദിക്കപ്പെട്ടിട്ട് നൃപാൻ അബ്രവീത്ത് ആ രാജാക്കന്മാരോട് പറഞ്ഞു. ഗൃഹസ്ഥാശ്രമത്തിൽ ഒരുപാട് കാലം കഴിഞ്ഞുപോയ ഞങ്ങൾക്ക് ഭഗവാൻ രുദ്രനും ഭഗവാൻ വാസുദേവനും ഉപദേശിച്ചു തന്ന പല കാര്യങ്ങളും മറന്നുപോയി. അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ച് തന്ന് ഞങ്ങളെ ആ അധ്യാത്മജ്ഞാനത്തിലേക്ക് നയിച്ചാലും എന്ന പ്രചേതസ്സുകളുടെ ചോദ്യത്തിന് ഉത്തരമായി അവരോട് നാരദ മഹർഷി ഇപ്രകാരം പറഞ്ഞു. ഭൂമിയിൽ ഒരാൾ 60 വയസ്സുവരെ അല്ലെങ്കിൽ 80 വയസ്സുവരെ ഇങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഏതൊരു കാലത്താണോ ഒരാൾ ഭഗവത് സ്മരണയിൽ ജീവിക്കുന്നത് അത് മാത്രമാണ്, അല്ലെങ്കിൽ അപ്പോൾ മാത്രമാണ് അയാൾ ശരിക്കും ജീവിക്കുന്നത്. അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തജ്ജന്മ താനി കർമാണി തദ് ആയുഹു തദായുഹു തന്മനഃ വചഃ തദായുസ്തന്മനോ വചഃ നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യത്തെ ഹരിഃ ഈശ്വരഃ ഹരിരീശ്വരഃ. ഇഹ ഈ ലോകത്തിൽ നൃണാം മനുഷ്യർക്ക് യേന യാതൊന്നിലൂടെ വിശ്വാത്മാ സർവസ്വരൂപനും ഈശ്വരഃ സർവനിയന്താവുമായ ഹരിഹി ശ്രീഹരി സേവ്യതേ സേവിക്കപ്പെടുന്നതിന് ഇടയാകുന്നുവോ തത് ജന്മ അപ്പോഴാണ് അതൊരു ജന്മം, അല്ലെങ്കിൽ അയാൾ ജീവിച്ചു എന്ന് പറയണമെങ്കിൽ ആ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഭഗവത് സ്മരണ ചെയ്യണം. അല്ലെങ്കിൽ എപ്പോൾ മുതൽ എപ്പോൾ വരെയാണോ അയാൾ ഭഗവത് സ്മരണയിൽ ഇരുന്നത് ആ കാലം മാത്രമാണ് അയാൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നതായിട്ട് പണ്ഡിതന്മാർ കണക്കാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ പോലും കണക്കാക്കുന്നുള്ളൂ. ഇനി ഭഗവതർപ്പണമായിട്ട് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തോ താനി കർമാണി അത് മാത്രമാണ് യഥാർത്ഥ കർമ്മങ്ങൾ. അല്ലാത്തതൊക്കെ എന്തൊക്കെയോ പ്രവൃത്തികൾ, എന്തിനൊക്കെയോ വേണ്ടി ചെയ്ത പാഴായ പ്രവൃത്തികൾ. മാത്രമല്ല തത് ആയുഹു ആ കാലഘട്ടം, എത്ര കാലം ഭഗവത് സേവയിൽ ഭഗവത് സ്മരണയിൽ കഴിഞ്ഞുവോ ആ കാലഘട്ടമാണ് അയാളുടെ യഥാർത്ഥ ആയുഷ്കാലം. തത് മനഃ വചഃ എപ്പോഴാണോ ഭഗവാനെ സ്മരിച്ചത് അപ്പോൾ മാത്രമാണ് മനസ്സിന് പോലും ഒരു ജീവസ് ഉണ്ടാകുന്നത്, ഒരു ചൈതന്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് വെറും ജഡവസ്തുവാണ്. എപ്പോഴാണോ ഭഗവാനെ കുറിച്ച് സ്തുതിച്ച് പാടുകയും സ്തുതിച്ച് പറയുകയും ചെയ്തത് അപ്പോൾ മാത്രമാണ് വാക്കുകൾക്കൊക്കെ ഒരു അർത്ഥമുണ്ടാകുന്നത്. അല്ലാത്തതൊക്കെ വെറും പാഴ്വാക്കുകളാണ്. ഈ ആയുർവേദം കണ്ടുപിടിച്ചത് പോലും യോഗികൾക്ക് ആ ജന്മത്തിൽ തന്നെ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ അത്രയും ആരോഗ്യമുള്ള ദൃഢതയുള്ള ശരീരം വേണം. അത് അസുഖമായി കിടപ്പിലാവാനുള്ളതല്ല. അപ്പോൾ അത്രയും സമയം ഭഗവത് അർപ്പണമായിട്ട്
ചെയ്യുന്ന തപസ് അത് നീട്ടിക്കൊണ്ടുപോകാൻ, ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള അസുഖവും വരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയ്ക്കായിട്ടാണ് ആയുർവേദം നമുക്ക് മരുന്നുകൾ നിഷ്കർഷിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ആയുർവേദം എന്തിന് കായകൽപ്പ ചികിത്സ പോലും ആളുകൾ ചെയ്യുന്നത് എപ്പോഴും യുവത്വം നിലനിർത്തി അല്ലാതെയുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാനാണ്. പക്ഷെ ഇവിടെ നാരദ മഹർഷി ചോദിക്കുന്നു, ഇങ്ങനെ കുറേ നാൾ ഭഗവതർപ്പണമായിട്ടൊന്നും ചെയ്യാതെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? 10ാമത്തെ ശ്ലോകം. കിം ജന്മഭിഹി ത്രിഭിഹി വാ ഇഹ ജന്മഭിസ്ത്രിഭിരുവേഹ ശൗക്ല സാവിത്രയാജ്ഞികൈഹി കർമ്മഭിഹി വാ കർമ്മഭിർവാ ത്രയീ പ്രോക്തൈഹി പുംസഃ അപി പുംസോപി വിബുധായുഷ. ശൗക്ലം എന്നാൽ മാതാപിതാക്കളിൽ നിന്നുള്ള പിറവി. സാവിത്രം ഇതൊരു ബ്രാഹ്മണ സംസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഉപനയന സംസ്കാരം. യാജ്ഞികൈഹി എന്നാൽ യാഗദീക്ഷ. ഇങ്ങനെയുള്ള ത്രിഭിഹി 3 പ്രകാരത്തിൽ ഉള്ള ജന്മഭിഹി, അതായത് ഒരു ബ്രാഹ്മണൻ ആകുന്നത് ശരിക്കും അവരെ ദ്വിജൻ എന്നാണ് പറയുക. പക്ഷെ ഇവിടെ അതൊരു 3 ജന്മമായിട്ട് പറയുന്നു. അതായത് മനുഷ്യനായി പിറവിയെടുക്കുന്നത് ഒരു ജന്മം, അത് കഴിഞ്ഞ് ഒരു ബ്രാഹ്മണൻ എന്ന ജാതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുന്നതിനുള്ള പൂണൂൽ ഉപനയന സംസ്കാരം, അങ്ങനെ 2ാമത്തെ ജന്മം. പിന്നീട് വളർന്നു കഴിഞ്ഞാൽ ഓരോ യാഗം ചെയ്യാനുള്ള ദീക്ഷയെടുക്കും, അതിനെ 3ാമത്തെ ജന്മമായി പറയുന്നു. അപ്പോൾ ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ആളെ കുറിച്ചാണ് പറയുന്നത്. ആ കുലത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഇഹ കിം വാ, എന്ത് ഫലം? കുറെ യാഗങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം അയാളുടെ ജന്മം സഫലമായി എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. ത്രയീ പ്രോക്തൈഹി, ത്രയീ എന്നാൽ വേദം, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മഭിഹി, കർമ്മങ്ങളെ കൊണ്ട്. ആ കർമ്മങ്ങൾ പോലും ഓരോ ഫലം ഇച്ഛിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കർമ്മങ്ങളെ കൊണ്ടും ഇനിയിപ്പോൾ വിബുധ ആയുഷ, വിബുധന്മാർക്ക് ദേവന്മാർക്ക് കിട്ടുന്ന ആയുസ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളാണ്. മനുഷ്യന്റെയൊക്കെ എത്രയോ ഇരട്ടി വർഷങ്ങളാണ് ദേവന്മാരുടെ ആയുസ്. അങ്ങനെ ഒരു ദീർഘായുസ് കിട്ടി എന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ അപ്പോഴൊന്നും ഭഗവത് സ്മരണയിൽ ഇരിക്കുന്നില്ല എങ്കിൽ പുംസഃ കിം വാ, എന്ത് ഫലമാണുള്ളത്? വെറുതെ ഇങ്ങനെ ജീവിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏത് കുലത്തിൽ ജനിക്കുന്നു എന്നതിന് പോലും ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾ ഭഗവത് സ്മരണയിൽ ജീവിതം നയിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ ആ ജന്മം സഫലമാകുന്നുള്ളൂ. 11ാമത്തെ ശ്ലോകം. ശ്രുതേന തപസാ വാ കിം വചോഭിഹി ചിത്തവൃത്തിഭിഹി വചോഭിശ്ചിത്തവൃത്തിഭിഹി ബുദ്ധ്യാ വാ കിം നിപുണയാ ബലേന ഇന്ദ്രിയരാധസ ബലേനേന്ദ്രിയരാധസ. ഒരാൾ ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ച് അറിവ് നേടി, അങ്ങനെയുള്ള ശ്രുതേന ശാസ്ത്രജ്ഞാനം കൊണ്ടും, ഇനി തപസ്സ, രാവണനെ പോലുള്ള ആസുരിക ജന്മങ്ങൾ പോലും തപസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത തപസ്സുകൊണ്ട് അവരെ ആരെങ്കിലും ശ്രേഷ്ഠരായി കണക്കാക്കിയോ? അതുകൊണ്ട് അവനവന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരാൻ വേണ്ടി നമ്മൾ നടത്തുന്ന വ്രതാദി കാര്യങ്ങളെ കൊണ്ട്. ഇനി വചോഭിഹി, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ വളരെ ഭംഗിയായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വാക്ചാതുര്യം കിട്ടാറുണ്ട്. അങ്ങനെയുള്ള വാക്ചാതുര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അവനവനെ അറിയാനോ അതിനൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ടും. പിന്നെ ചിത്തവൃത്തിഭിഹി, പല കാര്യങ്ങൾ ഓർത്തുവെക്കാൻ, നല്ല ഓർമ്മ ശക്തിയുള്ളവരെ കുറിച്ച് നമ്മളിങ്ങനെ അഭിമാനിക്കാറുണ്ട്. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാണ്. അങ്ങനെ പലവിധ കാര്യങ്ങൾ ഓർക്കാനുള്ള ശക്തി കിട്ടിയിട്ടും കിം വാ, എന്ത് ഫലം? നിപുണയാ ബുദ്ധിയ, പലതും പല രീതിയിൽ ചെയ്യാനുള്ള നല്ല ബുദ്ധി കൊണ്ടോ, ബലേന ശാരീരികമായ ബലം കൊണ്ടോ, ഇന്ദ്രിയരാധസ ഇന്ദ്രിയ പാടവം കൊണ്ടും കിം വാ, എന്ത് ഫലമാണുള്ളത്? 12ാമത്തെ ശ്ലോകം.
കിം വാ യോഗേന സാഖ്യേന ന്യാസ സ്വാധ്യായയോഃ അപി ന്യാസ സ്വാധ്യായയോരപി കിം വാ ശ്രേയോഭിഃ അന്യൈഃ ച ശ്രേയോഭിരന്യൈശ്ച ന യത്ര ആത്മപ്രദഃ യത്രാത്മപ്രദോ ഹരിഃ. യത്ര ഈ പറഞ്ഞ പ്രവൃത്തികളിലൂടെ ആത്മപ്രദഃ സ്വരൂപ സാക്ഷാത്കാരം ആയിത്തീരുന്ന നമ്മുടെയൊക്കെ സ്വരൂപം തന്നെ ആ ഭഗവാനാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള ചിന്തയിലൂടെ ഹരിഹി ന ഭഗവാനെ നമുക്ക് പ്രാപ്യമാകുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള യോഗേന പ്രാണായാമാദി യോഗാഭ്യാസം കൊണ്ടും എന്തിന് സാഖ്യേന തത്വമസി എന്നൊരു 100 തവണ കേട്ടതുകൊണ്ട് ആത്മജ്ഞാനം അനുഭവമാകണം എന്നില്ല, അങ്ങനെ ആവുകയുമില്ല. അത് അനുഭവമാകാത്തിടത്തോളം ഇതൊന്നും കേട്ടിട്ടും പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഇനി സന്യസിക്കാമെന്ന് വിചാരിച്ചിട്ടോ ന്യാസഹ, ന്യാസം എന്നാൽ സന്യാസം, ഇനി സ്വാധ്യായം പുണ്യം കിട്ടും അതുകൊണ്ട് എല്ലാ ദിവസവും ഇതൊക്കെ വായിക്കാം എന്ന് ചിന്തിച്ചതുകൊണ്ടോ വേദാധ്യയനം ചെയ്തതുകൊണ്ടോ കിംവാ ഫലമെന്ത്? എല്ലാറ്റിൻ്റെയും ലക്ഷ്യം ഭഗവാനെ ലഭിക്കുക എന്നതാണ്, ഭഗവാനിൽ മനസ്സർപ്പിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നതാണ്. അല്ലാത്തതൊക്കെ അന്യൈഹിച്ച, ഇനി വേറെയുമുണ്ട് വ്രതങ്ങൾ, ക്ഷേത്ര ആരാധന, തീർത്ഥസ്ഥലങ്ങളിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ശ്രേയോഭിഹി ശ്രേയസാധനങ്ങൾ കൊണ്ടും ഭഗവാനെ ലഭിക്കുന്നില്ല എങ്കിൽ കിംവാ എന്ത് ഫലം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രേഷ്ഠ കർമ്മങ്ങളാണല്ലോ. ഭഗവാനിൽ ഭക്തി ഉറച്ചു കിട്ടാനായി ഇതൊക്കെ ചെയ്യണം എന്നല്ലേ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ കർമ്മങ്ങളെ കൊണ്ടൊക്കെ എന്ത് ഫലം എന്ന് ചോദിക്കുന്നത്? അങ്ങനെ ഒരു സംശയം വന്നേക്കാം. അതിനുള്ള ഉത്തരമാണ് 13ാമത്തെ ശ്ലോകം. ശ്രേയസാം അപി സർവേഷാം ആത്മാ ഹി അവധിഹി അർത്ഥദഃ ഹി അവധിരർത്ഥദഃ സർവേഷാം അപി ഭൂതാനാം ഹരിഹി ആത്മാ ആത്മദഃ ഹരിരാത്മാത്മദഃ പ്രിയഃ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്തെന്നാൽ, അർത്ഥദഃ പരമാർത്ഥത്തിൽ, സർവേഷാം എല്ലാ ശ്രേയസാമപി സത്പ്രവൃത്തികളുടെയും ഫലമെന്നത് അവധിഹി അതിൻ്റെ ഒരു പരമകാഷ്ഠ ആത്മാവാണ്. അതായത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവനവന്റെ സുഖത്തിനു വേണ്ടി. ഈ പുണ്യം കിട്ടുക എന്ന് വെച്ചാൽ എല്ലാവരുടെയും വിചാരം നാളേക്ക് എന്തോ ഒന്ന് കിട്ടാനുണ്ട് എന്നാണ്. പുണ്യം എന്ന് വെച്ചാൽ അപ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ സന്തോഷം. അത് നാളെയുമാവാം ഇന്നുമാവാം. നാളെ മാത്രം കിട്ടുന്ന ഒന്നിനു വേണ്ടി ഇന്ന് നമ്മൾ അത്രയധികം അധ്വാനിച്ചിട്ട് എന്താണ് കാര്യം? ഇന്ന് സന്തോഷം കിട്ടുന്നില്ല എങ്കിൽ പിന്നെ ഈ കഷ്ടപ്പെടുന്നതിന് എന്താണ് കാര്യം? ഒരു സ്തോത്രം ചൊല്ലി ഭഗവാനെ ആരാധിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നില്ല എങ്കിൽ, നമുക്ക് ഉറക്കം വരികയാണ് ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം വിഫലം തന്നെയല്ലേ? ഒരു പാരായണം ചെയ്യുന്നു, രാമായണമാണെങ്കിലും നാരായണീയമാണെങ്കിലും, അർത്ഥമൊന്നും അറിയാതെ ഈ പറഞ്ഞതുപോലെ എപ്പോഴോ പുണ്യം കിട്ടും എന്ന് വിചാരിച്ച് വെറുതെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ പൊട്ടുവായിടും, ഉറക്കം വരും. ഇതിനിയും കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയോടെ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടാൻ പോകുന്നത്? അപ്പോൾ അവനവന്റെ ആത്മാവിനെ പ്രസാദിപ്പിക്കാനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഈ ആത്മാവ് ആരാണ്? ഭഗവാൻ ശ്രീഹരിയാണ്. അപ്പോൾ സർവേഷാം ഭൂതാനാം അപി ആത്മാ, സകല പ്രാണിജാലങ്ങൾക്കും ആത്മാവായും ആത്മദഃ ആത്മപ്രദനായും പ്രിയഃ പ്രിയങ്കരനായും നിലകൊള്ളുന്നത് ഭഗവാൻ ഹരിഹി, ഭഗവാൻ ശ്രീഹരിയല്ലേ. അപ്പോൾ ഭഗവാനെ പ്രസാദിപ്പിക്കാനാണ് എല്ലാ കർമ്മങ്ങളും. അങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കർമ്മങ്ങളെല്ലാം വിഫലമാണ് എന്ന് പറയുന്നത് ശരിയല്ലേ? ഭഗവാൻ ഹരി പ്രസാദിക്കുക എന്ന് വെച്ചാൽ നമ്മൾ തന്നെ പ്രസാദിക്കുക, നമുക്കൊരു സന്തോഷമുണ്ടാവുക.
ഭഗവത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാകട്ടെ, ഇനി എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാകട്ടെ, അത് നമ്മെ സന്തോഷിപ്പിക്കുന്നില്ല എങ്കിൽ അതൊക്കെ വിഫലം തന്നെയല്ലേ. ഇനി നമ്മെ സന്തോഷിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ ഹരി സന്തോഷിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് ഈ പറഞ്ഞതിനെ ഇങ്ങനെ എടുത്താൽ മതി. നിങ്ങൾ മന്ത്രം ചൊല്ലിക്കോളൂ, സ്തോത്രം ചൊല്ലിക്കോളൂ, രാമായണമോ ഭാഗവതമോ ഒക്കെ വായിച്ചോളൂ. പക്ഷേ അവനവൻ സന്തോഷിക്കണം. അതുകൊണ്ട് ആ പ്രവൃത്തി കൊണ്ട് സന്തോഷിക്കണം. ഇതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ